असमत गुरुभ्यो नमः। ओम श्रीमते रामानुजाय नमः। कार्यक्रम में हमारे साथ उपस्थित तेलंगाना की राज्यपाल तेलंगाना गवर्नर डॉक्टर तमिलिसै सौंदरराजन जी, पूज्य श्री ബഹുമാനപ്പെട്ട GR स्वामी जी, केंद्रीय मंत्रिमंडल के मेरे सहयोगी കേന്ദ്രമന്ത്രിസഭയിലെ എന്റെ സഹപ്രവർത്തകൻ ജി കിഷൻ റെഡ്ഡി ജി, श्रीमान डॉक्टर ബഹുമാനപ്പെട്ട ഡോക്ടർ രാമേശ്വർ റാവു ജി, ഭഗവത് മഹത്വത്താൽ അനുഗ്രഹീതരായ എല്ലാ ബഹുമാന്യരായ സന്യാസിമാരും പരിപാടിയിൽ നമ്മോടൊപ്പമുണ്ട്. മഹതികളെ, മാന്യരെ, ഇന്ന് സരസ്വതി ദേവി ആരാധിക്കുന്ന പുണ്യ ഉത്സവമായ വസന്ത് പഞ്ചമിയുടെ ശുഭമുഹൂർത്തമാണ്. ഈ അവസരത്തിൽ ശാരദാംബയുടെ പ്രത്യേക കൃപയുടെ അവതാരമായ ശ്രീ രാമാനുജാചാര്യരുടെ പ്രതിമ സ്ഥാപിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷകരമായ വസന്ത് പഞ്ചമി ആശംസിക്കുന്നു. ജഗദ്ഗുരു രാമാനുജാചാര്യയുടെ ജ്ഞാനം ലോകത്തെ നയിക്കണമെന്ന് ഞാൻ സരസ്വതി ദേവിയോട് പ്രാർത്ഥിക്കുന്നു. मैं मां सरस्वती से ये प्रार्थना करता हूं कि जगतगुरु रामानुजाचार्य जी का ज्ञान विश्व का पथ प्रदर्शन करे. साथियों, हमारे यहां कहा गया है, ध्यान मूलम गुरुमूर्ति. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ധ്യാനമൂലം ഗുരുമൂർത്തി. അതായത് നമ്മുടെ ഗുരുവിന്റെ ബിംബമാണ് നമ്മുടെ ശ്രദ്ധാകേന്ദ്രം. കാരണം അറിവ് നമുക്ക് വെളിപ്പെടുന്നത് ഗുരുവിലൂടെയാണ്. മനസ്സിലാക്കാൻ കഴിയാത്തതിനെക്കുറിച്ച് നാം ബോധവാന്മാരാകുന്നു. അഗോചരമായതിനെ വെളിപ്പെടുത്താനുള്ള പ്രചോദനം, സൂക്ഷ്മമായത് തിരിച്ചറിയാനുള്ള ദൃഢനിശ്ചയം ഇന്ത്യയുടെ പാരമ്പര്യമാണ്. യുഗങ്ങളിലൂടെ മനുഷ്യരാശിയെ നയിക്കാൻ കഴിയുന്ന മൂല്യങ്ങളും ആശയങ്ങളും നാം എല്ലായ്പ്പോഴും രൂപപ്പെടുത്തിയിട്ടുണ്ട്. सूक्ष्म को भी साकार करने का ये संकल्प, यही भारत की परंपरा रही है. हमने हमेशा उन मूल्यों और विचारों को आकार दिया है जो युगों युगों तक मानवता को दिशा दिखा सके. आज एक बार फिर ജഗദ്ഗുരു ശ്രീ രാമാനുജാചാര്യജിയുടെ ഈ മഹത്തായ പ്രതിമയിലൂടെ ഇന്ത്യ ഇന്ന് വീണ്ടും മനുഷ്യ ഊർജവും പ്രചോദനവും ഉൾക്കൊള്ളുന്നു. മാനവീയ ഊർജ और प्रेरणाओं को मूर्त रूप दे रहा है. രാമാനുജാചാര്യജിയുടെ ഈ പ്രതിമ അദ്ദേഹത്തിന്റെ ജ്ഞാനത്തെയും നിസ്സംഗത്വത്തിന്റെയും ആദർശങ്ങളുടെയും പ്രതീകമാണ്. और आदर्शों की प्रतीक है. मुझे ഈ പ്രതിമ വരും തലമുറകളെ പ്രചോദിപ്പിക്കുമെന്ന് മാത്രമല്ല, ഇന്ത്യയുടെ പുരാതന സ്വത്വത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് എനിക്കുറപ്പുണ്ട്. ഈ മഹത്തായ വേളയിൽ ലോകമെമ്പാടുമുള്ള രാമാനുജാചാര്യജിയുടെ എല്ലാ അനുയായികൾക്കും നിങ്ങൾക്കും എല്ലാ രാജ്യക്കാർക്കും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. सभी देशवासियों को और पूरे विश्व में फैले रामानुजाचार्य जी के सभी अनुयायियों को इस शुभ अवसर पर अनेक अनेक बधाई देता हूं. साथियों, अभी मैं 108 ഇപ്പോൾ ഞാൻ 108ാമത്തെ ദിവ്യദേശ ക്ഷേത്രം സന്ദർശിച്ചു. ആൾവാർ സന്യാസിമാർ ഇന്ത്യയിലുടനീളം പര്യടനം നടത്തി ദർശിച്ച 108 ദിവ്യദേശ ക്ഷേത്രങ്ങൾ കാണുവാൻ ശ്രീ രാമാനുജാചാര്യജിയുടെ കൃപയാൽ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചു. कुछ वैसा ही सौभाग्य
मुझे आज श्री रामानुजाचार्य जी की कृपा से यही मिल गया। मानवता के कल्याण 11ാം നൂറ്റാണ്ടിൽ മാനവരാശിയുടെ ക്ഷേമത്തിനായി അവർ ആരംഭിച്ച യാഗം അതേ രൂപത്തിൽ 12 ദിവസമായി വിവിധ ആചാരങ്ങളിൽ ഇവിടെ ആവർത്തിക്കുന്നു. ആദരണീയനായ GR സ്വാമിജിയുടെ വാത്സല്യത്തോടെ ഇന്ന് വിശ്വക്സേന ഇഷ്ടിയാഗത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യം എനിക്ക് ലഭിച്ചു. विश्वक्सेन इष्टि यज्ञ की पूर्णाहुति में शामिल होने का सौभाग्य भी मुझे मिला है। मैं इसके लिए ഇതിന് GR സ്വാമിജിയോട് ഞാൻ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. आभार प्रकट करता हूं। उन्होंने मुझे बताया है कि विश्वक्सेन इष्टि यज्ञ സങ്കല്പങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും പൂർത്തീകരണത്തിന്റെ യാഗമാണ് വിശ്വക്സേന ഇഷ്ടിയാഗം എന്ന് അദ്ദേഹം എന്നെ അറിയിച്ചു. मैं इस यज्ञ के എന്റെ തല കുനിച്ചുകൊണ്ട് ഈ യാഗത്തിന്റെ സ്ഥൈര്യം രാഷ്ട്രത്തിന്റെ പുണ്യപരമായ ദൃഢസങ്കല്പങ്ങളുടെ പൂർത്തീകരണത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. ഈ യാഗത്തിന്റെ ഫലം എന്റെ 130 കോടി ജനങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. मैं अपने 130 करोड़ देशवासियों के सपनों की पूर्ति के लिए अर्पित करता हूं। साथियों, दुनिया की ലോകത്തിലെ മിക്ക നാഗരികതകളിലും മിക്ക തത്വചിന്തകളിലും ഏതൊരാശയവും അംഗീകരിക്കപ്പെടുകയോ നിരസിക്കുകയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഖണ്ഡനത്തിനും സ്വീകാര്യതയ്ക്കും തിരസ്കരണത്തിനും ഉപരിയായി വിജ്ഞാനത്തെ പണ്ഡിതന്മാർ വീക്ഷിച്ച രാജ്യമാണ് ഇന്ത്യ. തങ്ങൾക്ക് മീതെ ഉയർന്ന ദൈവീക ദർശനത്തോടെ അവർ വിവാദങ്ങളെ നോക്കി. നമുക്ക് അദ്വൈതം ഉണ്ടെങ്കിൽ നമുക്കും ദ്വൈതവുമുണ്ട്. കൂടാതെ ദ്വൈത അദ്വൈത രണ്ടും ഉൾക്കൊള്ളുന്ന ശ്രീ രാമാനുജാചാര്യയുടെ വിശിഷ്ടാദ്വൈതവും നമുക്കുണ്ട്. അത് നമുക്ക് പ്രചോദനമാണ്. രാമാനുജാചാര്യയുടെ അറിവിന് തികച്ചും വ്യത്യസ്തമായി ഒരു മഹത്വമുണ്ട്. ലളിതമായ ഒരു വീക്ഷണകോണിൽ നിന്ന് പരസ്പര വിരുദ്ധമെന്ന് തോന്നുന്ന ആശയങ്ങളെ രാമാനുജാചാര്യജി ഏറ്റവും അനായാസമായി ഒറ്റ നൂലിൽ പ്രതിഷ്ഠിക്കുന്നു. സാധാരണക്കാരൻ തന്റെ അറിവുമായും വ്യാഖ്യാനങ്ങളുമായും എളുപ്പത്തിൽ ബന്ധപ്പെടുന്നു. रामानुजाचार्य जी के ज्ञान की एक अलग भव्यता है। साधारण दृष्टि से जो विचार परस्पर विरोधाभासी लगते हैं, रामानुजाचार्य जी उन्हें बड़ी सहजता से एक सूत्र में पिरो देते हैं। उनके ज्ञान से, उनकी व्याख्या से सामान्य से सामान्य मानवी भी उससे जुड़ जाता है। आप देखिए, एक ഒരു വശത്ത് രാമാനുജാചാര്യജിയുടെ വ്യാഖ്യാനങ്ങൾ അറിവിന്റെ പരകോടിയാണ്. മറുവശത്ത് അദ്ദേഹം ഭക്തിമാർഗത്തിന്റെ സ്ഥാപകൻ കൂടിയാണ്. ഒരു വശത്ത് സമ്പന്നമായ സന്യാസ പാരമ്പര്യത്തിന്റെ സന്യാസിയാണ്. മറുവശത്ത് ഗീതാഭാഷയിൽ കർമ്മത്തിന്റെ പ്രാധാന്യവും അദ്ദേഹം വളരെ മികച്ച രീതിയിൽ അവതരിപ്പിക്കുന്നു. അദ്ദേഹം തന്റെ ജീവിതം മുഴുവൻ കർമ്മത്തിനായി സമർപ്പിച്ചു. രാമാനുജാചാര്യജി സംസ്കൃത ഗ്രന്ഥങ്ങൾ രചിക്കുകയും ഭക്തിമാർഗത്തിൽ തമിഴ് ഭാഷയ്ക്ക് തുല്യ പ്രാധാന്യം നൽകുകയും ചെയ്തു. ഇന്നും രാമാനുജ പാരമ്പര്യമുള്ള ക്ഷേത്രങ്ങളിൽ തിരുപ്പാവൈ പാരായണം കൂടാതെ ഒരാചാരവും പൂർത്തിയാകുന്നില്ല. रामानुजाचार्य जी ने संस्कृत ग्रंथों की भी रचना की और तमिल भाषा को भी भक्ति मार्ग में उतना ही महत्व दिया। आज भी रामानुज परंपरा के मंदिरों में थिरुप्पावाई के पाठ के बिना शायद ही कोई अनुष्ठान पूरा होता हो। साथियों, आज जब दुनिया में ഇന്നത്തെ ലോകത്ത് സാമൂഹിക പരിഷ്കരണങ്ങൾ
പുരോഗമനവാദം വരുമ്പോൾ പരിഷ്കാരങ്ങൾ വേരുകളിൽ നിന്ന് അകന്നു പോകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പക്ഷേ രാമാനുജാചാര്യജിയെ കാണുമ്പോൾ പുരോഗമനപരതയും പൗരാണികതയും തമ്മിൽ സംഘർഷമില്ലെന്ന് നാം മനസ്സിലാക്കുന്നു. പരിഷ്കാരങ്ങൾക്കായി നിങ്ങളുടെ വേരുകളിൽ നിന്ന് അകന്നു പോകേണ്ട ആവശ്യമില്ല. പകരം നമ്മുടെ യഥാർത്ഥ വേരുകളുമായി ബന്ധപ്പെടുകയും നമ്മുടെ യഥാർത്ഥ ശക്തിയെക്കുറിച്ച് ബോധവാന്മാരാകുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. 1000 വർഷം മുമ്പ് നിലനിന്നിരുന്ന വാർപ്പ് മാതൃകകളുടെയും അന്ധവിശ്വാസങ്ങളുടെയും സമ്മർദ്ദത്തിന്റെയും അളവ് സങ്കൽപ്പിക്കാവുന്നതിലും അപ്പുറമാണ്. എന്നാൽ രാമാനുജാചാര്യജി സാമൂഹിക പരിഷ്കരണങ്ങൾക്കായി ഭാരതത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ആശയം സമൂഹത്തിന് അവതരിപ്പിച്ചു. ദളിതരെയും പിന്നാക്കക്കാരെയും അദ്ദേഹം ആശ്ലേഷിച്ചു. അന്ന് താഴ്ന്ന രീതിയിൽ മാത്രം കണക്കാക്കപ്പെട്ടിരുന്ന ജാതികളെ അദ്ദേഹം പ്രത്യേകം ആദരിച്ചു. ദളിതർക്ക് ആരാധനയ്ക്ക് അർഹതയുണ്ടായിരുന്ന യാദവഗിരിയിൽ അദ്ദേഹം നാരായൺ മന്ദിർ നിർമ്മിച്ചു. अंधविश्वास का दबाव कल्पना के बाहर कितना ज्यादा रहा होगा, लेकिन रामानुजाचार्य जी ने समाज में सुधार के लिए समाज को भारत के असली विचार से परिचित करवाया. उन्होंने दलितों पिछड़ों को गले लगाया. उस समय जिन जातियों को लेकर कुछ और भावना थी, उन जातियों को उन्होंने विशेष सम्मान दिया. यादवगिरी पर उन्होंने नारायण मंदिर बनवाया, जिसमें दलितों को दर्शन पूजन का अधिकार दिया. रामानुजाचार्य जी ने बताया कि धर्म कहता है न जाति ही कारणम लोके गुणाः കല്യാണ ഹേതവ. രാമാനുജാചാര്യജി പറഞ്ഞിട്ടുണ്ട്, മതം പറയുന്നത് ന ജാതി കാരണം ലോകേ ഗുണ കല്യാണ ഹേതവ. അതായത് ലോകത്തിന്റെ ക്ഷേമം സംഭവിക്കുന്നത് ജാതികളിലൂടെയല്ല, സദ്ഗുണങ്ങളിലൂടെയാണ്. രാമാനുജാചാര്യയുടെ ഗുരു ശ്രീ മഹാപൂർണ ഒരിക്കൽ മറ്റൊരു ജാതിയിൽപ്പെട്ട ഒരു സുഹൃത്തിന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തിയിരുന്നു. ആ സമയത്ത് രാമാനുജാചാര്യജി ശ്രീരാമനെ ഓർമ്മിപ്പിച്ചിരുന്നു. ജടായുവിന്റെ അന്ത്യകർമ്മങ്ങൾ ശ്രീരാമന് ചെയ്യാൻ കഴിയുമെങ്കിൽ മതം എങ്ങനെയാണ് വിവേചനപരമായ ചിന്തയുടെ അടിസ്ഥാനമാക്കുകയെന്ന് അദ്ദേഹം ചോദിച്ചു. ഇത് തന്നെ വലിയൊരു സന്ദേശമാണ്. तो फिर भेदभाव वाली सोच का आधार धर्म कैसे हो सकता है? ये अपने आप में बहुत बड़ा संदेश है. साथियों, നമ്മുടെ സമൂഹത്തിനുള്ളിൽ നിന്ന് പരിഷ്കാരങ്ങൾക്കായി ആളുകൾ വരുന്നു എന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ പ്രത്യേകതയാണ്. കാലങ്ങളായി കാണുന്നതുപോലെ സമൂഹത്തിൽ ചില തിന്മകളുടെ അംശങ്ങൾ പെരുകുമ്പോൾ നമ്മുടെ ഇടയിൽ നിന്ന് ചില മഹാന്മാർ ജനിക്കുന്നു. അത്തരം പരിഷ്കർത്താക്കൾക്ക് സ്വീകാര്യത ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യാം. വെല്ലുവിളികളും പ്രതിസന്ധികളും എതിർപ്പുകളും നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം. പക്ഷേ ആ തത്വചിന്തയിൽ വളരെയധികം ശക്തിയുണ്ടായിരുന്നു. അവരുടെ ബോധ്യം അവർ ഉപയോഗിച്ചു എന്നത് ആയിരക്കണക്കിന് വർഷത്തെ അനുഭവമാണ്. സമൂഹത്തിലെ തിന്മകൾക്കെതിരെ അവരുടെ മുഴുവൻ ഊർജവും വിനിയോഗിക്കാൻ, പക്ഷേ ഒരിക്കൽ എതിർപ്പ് നേരിട്ട തത്വശാസ്ത്രം മനസ്സിലാക്കാൻ സമൂഹത്തിന് കഴിയുമ്പോൾ അതിന്റെ സ്വീകാര്യതയും ആദരവും വേഗത്തിൽ ലഭിക്കുന്നു. लेकिन उस विचार में, उस तत्व में उतनी ताकत रहती थी, उनका कन्विक्शन इतना जबरदस्त होता था कि वो समाज की बुराइयों के खिलाफ लड़ने के लिए अपनी पूरी शक्ति लगा देते थे. लेकिन जब समाज इसे समझ पाता है तो जिसका कभी विरोध होता है उसको स्वीकृति भी उतनी तेजी से मिलती है, सम्मान और आदर भी उतना ही मिलता है. ये इस बात का सबूत है
कि बुराइयों के पक्ष में, कुरीतियों के पक्ष में, अंधविश्वास के पक्ष में इन जनरल हमारे समाज में തിന്മകൾക്കും അനീതികൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ നമ്മുടെ സമൂഹത്തിൽ പൊതുവെ സാമൂഹികമായ ഒരു അനുമതിയുമില്ല എന്നതിന്റെ തെളിവാണിത്. തിന്മയോട് പോരാടി സമൂഹത്തെ നന്നാക്കുന്നവർക്ക് ഇവിടെ ബഹുമാനം മാത്രമേ ലഭിക്കൂ. भाइयों और बहनों, आप सब लोग രാമാനുജാചാര്യയുടെ ജീവിതത്തിന്റെ വിവിധ വശങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും പരിചിതമാണ്. ആത്മീയതയുടെയും പ്രായോഗിക ജീവിതത്തിന്റെയും സന്ദേശങ്ങൾ സമൂഹത്തിന് ശരിയായ ദിശാബോധം നൽകാനും അദ്ദേഹം ഉപയോഗിച്ചു. और व्यावहारिक जीवन का भी जाति के नाम पर जिनके साथ भेदभाव होता था, ജാതി വിവേചനത്തിന് വിധേയരായവരെ രാമാനുജാചാര്യജി തിരുക്കുലത്താർ എന്നാണ് വിശേഷിപ്പിച്ചത്. അതായത് ലക്ഷ്മിജിയുടെ കുടുംബത്തിൽ ജനിച്ചവൻ, ശ്രീകുലൻ അല്ലെങ്കിൽ ദൈവീക വ്യക്തി. കുളി കഴിഞ്ഞാൽ ഉടൻ തന്നെ ശിഷ്യനായ ധനുർദാസിന്റെ തോളിൽ കൈവച്ചിരുന്നു. തൊട്ടുകൂടായ്മ എന്ന തിന്മയെ ഉന്മൂലനം ചെയ്യാനുള്ള സന്ദേശം രാമാനുജാചാര്യജി നൽകിയത് അങ്ങനെയാണ്. ബാബാ സാഹിബ് അംബേദ്കറെ പോലുള്ള സമത്വത്തിന്റെ ആധുനിക നായകൻ പോലും രാമാനുജാചാര്യയെ വളരെയധികം പ്രശംസിക്കുകയും രാമാനുജാചാര്യജിയുടെ ഉപദേശങ്ങളിൽ നിന്ന് പഠിക്കാൻ സമൂഹത്തോട് പറയുകയും ചെയ്തത് ഇതാണ്. അതിനാൽ ഇന്ന് രാമാനുജാചാര്യജിയുടെ സമത്വത്തിന്റെ മഹത്തായ പ്രതിമ സമത്വത്തിന്റെ സന്ദേശമാണ് നൽകുന്നത്. रामानुजाचार्य जी की विशाल मूर्ति स्टैच्यू ऑफ इक्वालिटी इसके रूप में समानता का संदेश दे रही है. इसी संदेश को लेकर आज देश ഈ സന്ദേശത്തിലൂടെ സബ്കാ സാഥ്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന മന്ത്രവുമായി രാഷ്ട്രം ഇന്ന് അതിന്റെ പുതിയ ഭാവിയുടെ അടിത്തറ പാകുകയാണ്. വിവേചനമില്ലാതെ എല്ലാവരുടെയും വികസനമുണ്ടാകണം. വിവേചനമില്ലാതെ എല്ലാവർക്കും സാമൂഹിക നീതി ലഭിക്കണം. നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ടവരെ സമ്പൂർണ്ണ അന്തസ്സോടെ വികസനത്തിന്റെ പങ്കാളികളാക്കാനുള്ള ഒറ്റക്കെട്ടായ പരിശ്രമത്തിലാണ് ഇന്നത്തെ ഭാരതം. സർക്കാർ പദ്ധതികളിൽ നിന്ന് നമ്മുടെ ദളിത് പിന്നാക്ക സഹോദരങ്ങൾക്ക് വലിയ നേട്ടമാണ് ലഭിക്കുന്നത്. विकास के भागीदार बने, इसके लिए आज का बदलता हुआ भारत एकजुट प्रयास कर रहा है. आज सरकार जो योजनाएं चला रही है, उनका बहुत बड़ा लाभ हमारे दलित पिछड़े भाई बहनों को हो रहा है. അത് ഒരു പക്കാ വീട് നൽകുന്നതിനായാലും, സൗജന്യ ഉജ്ജ്വല കണക്ഷനായാലും, ഗ്യാസ് കണക്ഷനായാലും, 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സാ സൗകര്യമായാലും, സൗജന്യ വൈദ്യുതി കണക്ഷനായാലും, ജൻധൻ ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുകയോ സ്വച്ഛ് ഭാരത് അഭിയാൻ പ്രകാരം കോടിക്കണക്കിന് ടോയ്ലറ്റുകൾ നിർമ്മിക്കുകയോ ആകട്ടെ, ഇത്തരം പദ്ധതികൾ ദളിത്, പിന്നോക്കം, ദരിദ്രർ, ചൂഷണം ചെയ്യപ്പെടുന്നവർ, അവശതയനുഭവിക്കുന്നവർ എന്നിങ്ങനെ വിവേചനമില്ലാതെ എല്ലാവർക്കും പ്രയോജനപ്പെടുകയും എല്ലാവരെയും ശാക്തീകരിക്കുകയും ചെയ്തു. सभी का भला किया है, बिना भेदभाव सबको सशक्त किया है. साथियों, रामानुजाचार्य जी कहते थे, उरिय गल्लुकुल വേടമില്ലേ. രാമാനുജാചാര്യൻ പറയാറുണ്ടായിരുന്നു, എല്ലാ ജീവികളും തുല്യരാണ്. അദ്ദേഹം ബ്രഹ്മവും ജീവജാലവും തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുക മാത്രമല്ല, വേദാന്തത്തിലെ ഈ മന്ത്രം സ്വയം ജീവിക്കുകയും ചെയ്യും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം താനും മറ്റുള്ളവരും എന്ന വ്യത്യാസമുണ്ടായിരുന്നില്ല.
തന്റെ സ്വത്വത്തെക്കാൾ ജീവജാലങ്ങളുടെ ക്ഷേമത്തിൽ അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു. उन्हें अपने कल्याण തന്റെ അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ ഗുരു അദ്ദേഹത്തിന് ജ്ഞാനം നൽകിയപ്പോൾ चिंता थी। അത് രഹസ്യമായി സൂക്ഷിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. गुरु ने कितने ही കാരണം प्रयासों ആ के ഗുരുമന്ത്രം അദ്ദേഹത്തിന്റെ ക്ഷേമത്തിനുള്ള മന്ത്രമായിരുന്നു. ആധ്യാത്മികതയും തപസ്സും അഭ്യസിക്കുകയും തന്റെ ജീവിതം സമർപ്പിക്കുകയും ചെയ്ത അദ്ദേഹത്തിന് അതിനാലാണ് ഈ ഗുരുമന്ത്രം ലഭിച്ചത്. का मंत्र था, എന്നാൽ उन्होंने രാമാനുജാചാര്യയുടെ തത്വശാസ്ത്രം മറ്റൊന്നായിരുന്നു. किया था और इसलिए ये गुरु मंत्र मिला था। लेकिन रामानुजाचार्य जी की सोच अलग थी। रामानुजाचार्य जी രാമാനുജാചാര്യജി പറഞ്ഞു, पति ഞാൻ മാത്രം നരകത്തിൽ പോയാലും സാരമില്ല, എന്നാൽ മറ്റെല്ലാവർക്കും ഗുണം ലഭിക്കണം. एक അതിനുശേഷം അദ്ദേഹം ക്ഷേത്രത്തിന്റെ മുകളിൽ കയറി गुरु पात्र തന്റെ ക്ഷേമത്തിനായി ഗുരു നൽകിയ മന്ത്രം എല്ലാവരോടും പറഞ്ഞു. गच्छन्तु भवताम् രാമാനുജാചാര്യയെപ്പോലെ परमं വേദവേദാന്തം യഥാർത്ഥ അർത്ഥത്തിൽ പഠിച്ചൊരു മഹാനുഭാവന് മാത്രമേ केला न സമത്വത്തിന്റെ അമൃത് നുകരാൻ കഴിയൂ. तो भी कोई बात नहीं, लेकिन बाकी सबका कल्याण होना चाहिए। इसके बाद उन्होंने मंदिर के शिखर पर चढ़कर हर नारी को वो मंत्र सुनाया, हर नर को वो मंत्र सुनाया जो उनके गुरु ने उन्हें उनके कल्याण के लिए दिया था। समानता का ऐसा अमृत रामानुजाचार्य जी जैसा कोई महापुरुष ही निकाल सकता था, जिसने वेद वेदांत का वास्तविक दर्शन किया हो। साथियों, रामानुजाचार्य ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും भारत ഉജ്ജ്വലമായ പ്രചോദനം കൂടിയാണ് രാമാനുജാചാര്യജി. का भी അദ്ദേഹം ജനിച്ചത് തെക്കിലാണ്. പക്ഷേ प्रेरणा है। അദ്ദേഹത്തിന്റെ സ്വാധീനം തെക്ക് മുതൽ വടക്ക് വരെയും കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയും ഇന്ത്യ മുഴുവനുമുണ്ട്. दक्षिण से അന്നമാചാര്യജി അദ്ദേഹത്തെ തെലുങ്ക് ഭാഷയിൽ പ്രശംസിച്ചു. अन्नामाचार्य കനകദാസജി രാമാനുജാചാര്യയുടെ മഹത്വം കന്നഡ ഭാഷയിൽ പാടിയിട്ടുണ്ട്. कनकदास നിങ്ങൾ ഗുജറാത്തിലും രാജസ്ഥാനിലും പോയാൽ രാമാനുജാചാര്യയുടെ ചിന്തകളുടെ സുഗന്ധം അവിടെയും പല സന്യാസിമാരുടെ ഉപദേശങ്ങളിലും അനുഭവപ്പെടുന്നു. तो वहां भी ഗോസ്വാമി തുളസീദാസ് ജി മുതൽ ഉത്തരേന്ത്യയിലെ രാമാനന്ദി പാരമ്പര്യത്തിലെ കബീർദാസ് വരെ രാമാനുജാചാര്യയാണ് എല്ലാ മഹാനായ സന്യാസിമാരുടെയും ആത്യന്തിക ഗുരു. तुलसीदास जी से लेकर രാമാനുജാചാര്യജിയുടെ ജീവിതത്തിൽ ഒരു സന്യാസി തന്റെ ആത്മീയ ഊർജത്താൽ ഇന്ത്യയെ മുഴുവൻ ഐക്യത്തിന്റെ നൂലിഴയിൽ എങ്ങനെ ഒന്നിപ്പിക്കുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. अपनी ഈ आध्यात्मिक ആത്മീയത ऊर्जा से നൂറുകണക്കിന് വർഷത്തെ അടിമത്തത്തിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ബോധതലത്തെ ഉണർത്തിയിരുന്നു. रामानुजाचार्य जी के जीवन में हम ये देख सकते हैं। इसी आध्यात्मिक चेतना ने गुलामी के सैकड़ों वर्षों के कालखंड में भारत की चेतना को जागृत रखा था। साथियों, ये भी एक രാജ്യം संयोग है। സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം ആഘോഷിക്കുന്ന സമയത്താണ് ശ്രീ രാമാനുജാചാര്യയുടെ ഈ ചടങ്ങ് നടക്കുന്നതെന്നതും സന്തോഷകരമായ യാദൃശ്ചികതയാണ്. സ്വാതന്ത്ര്യത്തിന്റെ അമൃത് മഹോത്സവത്തിൽ നാം സ്വാതന്ത്ര്യസമര ചരിത്രത്തെ ഓർമ്മിക്കുകയാണ്. के अमृत महोत्सव में ഇന്ന് രാഷ്ട്രം അതിന്റെ സ്വാതന്ത്ര്യസമര സേനാനികൾക്ക് നന്ദിപൂർവമായ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. अपने നമ്മുടെ ചരിത്രത്തിൽ നിന്ന് നമ്മുടെ ഭാവിയിലേക്കുള്ള പ്രചോദനവും ഊർജവും നാം സ്വീകരിക്കുന്നു. अपने അതിനാൽ इतिहास से സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം ആയിരക്കണക്കിന് വർഷത്തെ ഇന്ത്യയുടെ പൈതൃകവും ഉൾക്കൊള്ളുന്നതാണ് അമൃത് മഹോത്സവം. इसलिए ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം महोत्सव का അധികാരത്തിനും അവകാശത്തിനും വേണ്ടിയുള്ള പോരാട്ടം മാത്രമായിരുന്നില്ലെന്ന് നമുക്കറിയാം. साथ साथ ഈ സമരത്തിൽ ഒരു വശത്ത് കൊളോണിയൽ ചിന്താഗതിയും भारत മറുവശത്ത് ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക എന്ന ആശയവും ഉണ്ടായിരുന്നു. हम जानते हैं ഇതിലൊരു വശത്ത് വംശീയ മേൽക്കോയ്മയുടെയും ഭൗതികതയുടെയും ഉന്മാദവും മറുവശത്ത് മാനവീകതയിലും ആത്മീയതയിലും ഉള്ള വിശ്വാസമായിരുന്നു. पर नहीं था। इस लड़ाई में एक तरफ अपनी वैश्विक मानसिकता थी, तो दूसरी तरफ जियो और जीने दो का विचार था। इसमें एक और
ये नस्लीय श्रेष्ठता और भौतिकवाद का उन्माद था, तो दूसरी ओर मानवता और अध्यात्म में आस्था थी। और इस लड़ाई में ഈ യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ചു. भारत ഇന്ത്യയുടെ പാരമ്പര്യം വിജയിച്ചു. भारत രാമാനുജാചാര്യെ പോലുള്ള സന്യാസിമാരുടെ സമത്വത്തിന്റെയും മാനവികതയുടെയും ആത്മീയതയുടെയും ഊർജം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലും വ്യാപൃതമായിരുന്നു. भारत को ഗാന്ധിജിയില്ലാതെ आचार्य जी നമ്മുടെ സ്വാതന്ത്ര്യ സമരം സങ്കല്പിക്കാൻ കഴിയുമോ? क्या हम അഹിംസയും സത്യവും പോലുള്ള ആദർശങ്ങളില്ലാതെ अपने നമുക്ക് ഗാന്ധിജിയെ സങ്കല്പിക്കാൻ കഴിയുമോ? कर सकते हैं? और क्या हम अहिंसा और सत्य जैसे आदर्शों के बिना गांधी जी की कल्पना कर सकते हैं? आज भी गांधी जी का ഇന്നും ഗാന്ധിജിയെ ഓർക്കുമ്പോൾ वैष्णव വൈഷ്ണവ് ജാൻ തോ തേനേ കഹിയേ എന്ന ഈ രാഗം നമ്മുടെ ഹൃദയത്തിൽ അലയടിക്കാൻ തുടങ്ങുന്നു. इसके रचयिता രാമാനുജാചാര്യയുടെ ഭക്തി പാരമ്പര്യത്തിലെ മഹാനായ സന്യാസിയായിരുന്നു ഇതിന്റെ സംഗീത സംവിധായകൻ നർസി മേത്താജി. इसलिए അതിനാൽ हमारी നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് നമ്മുടെ ആത്മീയ ബോധം ഊർജം പകരുന്നതുപോലെ आध्यात्मिक സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷത്തെ നമ്മുടെ ധാർമ്മിക പ്രമേയങ്ങൾക്കും അതേ ഊർജം നൽകണം. आजादी के 75 साल में हमारे अमृत संकल्पों को भी मिलनी चाहिए. और आज जब ഇന്ന് ഞാൻ ഹൈദരാബാദിലെ ഭാഗ്യനഗറിലായിരിക്കുമ്പോൾ मैं हूं हैदराबाद സർദാർ പട്ടേൽജിയെക്കുറിച്ച് ഞാൻ തീർച്ചയായും പ്രത്യേകം പരാമർശിക്കും. വഴിയിൽ जरूर करूंगा. കിഷൻ റെഡ്ഡിജി തന്റെ പ്രസംഗത്തിൽ വളരെ വിശദമായി പരാമർശിച്ചു. मैं बड़ा विस्तार से उसके लिए ഹൈദരാബാദിന്റെ മഹത്വത്തിനായി സർദാർ പട്ടേലിന്റെ ദൈവീക ദർശനവും ശക്തിയും നയതന്ത്രവും അറിയാത്ത ആരായിരിക്കും ഭാഗ്യനഗറിലും ഹൈദരാബാദിലും? कौन ഇന്നൊരു വശത്ത് സർദാർ സാഹിബിന്റെ ഐക്യത്തിന്റെ പ്രതിമ രാജ്യത്ത് ഐക്യത്തിന്റെ പ്രതിജ്ഞ ആവർത്തിക്കുമ്പോൾ, മറുവശത്ത് രാമാനുജാചാര്യജിയുടെ സമത്വത്തിന്റെ പ്രതിമ സമത്വത്തിന്റെ സന്ദേശം നൽകുന്നു. के लिए सरदार साहब की कूटनीति को न जानता हो. आज देश में एक और सरदार साहब की स्टैच्यू ऑफ यूनिटी एकता की शपथ दोहरा रही है, तो रामानुजाचार्य जी की स्टैच्यू ऑफ इक्वालिटी समानता का संदेश दे रही है. यही एक राष्ट्र के रूप में भारत की चीज ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യയുടെ പുരാതന സവിശേഷതയാണിത്. हमारी एकता നമ്മുടെ ഐക്യം അധികാരത്തിന്റെ അടിത്തറയിലല്ല, या शक्ति സമത്വത്തിന്റെയും ബഹുമാനത്തിന്റെയും ഈ നൂലിൽ നിന്നാണ് നമ്മുടെ ഐക്യം സൃഷ്ടിക്കപ്പെട്ടത്. समानता और समादर इस सूत्र से सृजित होती है. और साथियों, आज जब मैं तेलंगाना में हूं तो इस बात का जिक्र भी जरूर करूंगा कि कैसे तेलुगु कल्चर ने भारत की ഇന്ന് ഞാൻ തെലങ്കാനയിലായിരിക്കുമ്പോൾ തെലുങ്ക് സംസ്കാരം ഇന്ത്യയുടെ വൈവിധ്യത്തെ എങ്ങനെ ശാക്തീകരിച്ചുവെന്ന് ഞാൻ തീർച്ചയായും പരാമർശിക്കും. सदियों में फैला हुआ തെലുങ്ക് സംസ്കാരത്തിന്റെ വേരുകൾ നൂറ്റാണ്ടുകളായി പരന്നുകിടക്കുന്നു. പല മഹാരാജാക്കന്മാരും രാജ്ഞിമാരും അതിന്റെ പതാകവാഹകനായിരുന്നു. सातवाहन അത് ശതവാഹനനായാലും കാക്കതിയായാലും വിജയനഗര സാമ്രാജ്യമായാലും എല്ലാം തെലുങ്ക് സംസ്കാരത്തിന്റെ പതാക ഉയർത്തി. तेलुगु മഹാകവികൾ തെലുങ്ക് സംസ്കാരത്തെ സമ്പന്നമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ തെലങ്കാനയിലെ 13ാം നൂറ്റാണ്ടിലെ കാകതീയ രുദ്രേശ്വര രാമപ്പ ക്ഷേത്രം पिछले वर्ष യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചു. 13वीं शताब्दी വേൾഡ് ടൂറിസം ഓർഗനൈസേഷനും काका പോച്ചംപള്ളിയെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടൂറിസം ഗ്രാമമായി വിലയിരുത്തിയിട്ടുണ്ട്. को പോച്ചംപള്ളി സാരികളുടെ രൂപത്തിൽ घोषित किया गया. പോച്ചംപള്ളിയിലെ സ്ത്രീകളുടെ കഴിവ് ലോക പ്രശസ്തമാണ്. ऑर्गेनाइजेशन ने സൗഹാർദ്ദത്തെയും സാഹോദര്യത്തെയും സ്ത്രീ ശക്തിയെയും ബഹുമാനിക്കാൻ എല്ലായ്പ്പോഴും നമ്മെ പഠിപ്പിച്ച സംസ്കാരമാണിത്. पोचमपल्ली की महिलाओं का हुनर पोचमपल्ली साड़ियां के रूप में विश्व विख्यात है. ये वो संस्कृति है जिसने हमें हमेशा सद्भाव, भाईचारा और नारी शक्ति का सम्मान करना सिखाया है. तेलुगु संस्कृति की इस गौरवशाली परंपरा को आज तेलुगु फिल्म इंडस्ट्री भी पूरे आन बान ഇന്ന് शान से आगे തെലുങ്ക് സിനിമാ വ്യവസായവും തെലുങ്ക് സംസ്കാരത്തിന്റെ മഹത്തായ ഈ പാരമ്പര്യം മുഴുവൻ അഭിമാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. തെലുങ്ക് സിനിമയുടെ വ്യാപ്തി തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന സ്ഥലത്തു മാത്രമല്ല, पूरे विश्व ലോകമെമ്പാടും അതിന്റെ വ്യാപനം, सिल्वर स्क्रीन ഈ സർഗാത്മകത
വെള്ളിത്തിരയിൽ നിന്ന് OTT പ്ലാറ്റ്ഫോമുകളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. ഇന്ത്യക്ക് പുറത്തും ഏറെ പ്രശംസകൾ ലഭിച്ചിട്ടുണ്ട്. തെലുങ്ക് സംസാരിക്കുന്ന ആളുകളുടെ കലയോടും സംസ്കാരത്തോടുമുള്ള സമർപ്പണം എല്ലാവർക്കും പ്രചോദനമാണ്. और अपनी संस्कृति के प्रति ये समर्पण सभी के लिए प्रेरणा समान है. साथियों, आजादी के 75वें वर्ष में इस अमृत काल में श्री रामानुजाचार्य जी की ये प्रतिमा प्रत्येक देशवासी को निरंतर प्रेरित करेगी. मुझे पूरा भरोसा है आजादी के अमृत काल में हम उन कुरीतियों को भी पूरी तरह समाप्त कर पाएंगे जिन्हें खत्म करने के लिए श्री रामानुजाचार्य जी ने समाज को जागृत किया था. इसी भाव के साथ पूज्य स्वामी जी का आदर पूर्वक धन्यवाद करते हुए इस पवित्र अवसर में हिस्सेदार बनने के लिए आपने मुझे अवसर दिया. मैं आपका बहुत आभारी हूं. विश्व भर में फैले हुए प्रभु रामानुजाचार्य जी के विचारों से प्रभावित प्रेरित हर किसी को मैं अनेक अनेक शुभकामनाएं देता हूं. मेरी वाणी को विराम देता हूं. आप सबका बहुत बहुत धन्यवाद.